ലോക പവറായ അമേരിക്കക്ക് മുന്നിൽ വിജയം കൈവരിച്ച ഇറാനിൽ ഇപ്പോൾ ശക്തമായ ആഹ്ലാദ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൽ പ്രധാനമായും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം മാറ്റാൻ പോവുകയാണ്, പുതിയ മിഡിൽ ഈസ്റ്റ് സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിന് സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തിറങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം മാറുന്നു എന്നത് വസ്തുതയാണ്. പക്ഷെ ആ ചിത്രം സൃഷ്ടിക്കുന്നത് ഇറാനാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇസ്രയേലോ അമേരിക്കയോ വരക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ഒരു മിഡിൽ ഈസ്റ്റ് അല്ല ഈ യുദ്ധത്തിന് ശേഷം വരുന്നത്, അത് ഇറാൻ പ്ലാൻ ചെയ്യുന്നതാണ് എന്നതാണ് ഇപ്പോൾ ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹോർമുസ് കടലിടുക്ക് ട്രോൾ വാങ്ങുന്ന ഒരു സാഹചര്യം ഒരു മിഡിൽ ഈസ്റ്റിനെയാണ് ഇനി ലോകം കാണാൻ പോകുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ സ്വാധീനമില്ലാത്ത അറബ് രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റ് ആണ് അടുത്ത ലോകത്ത് വരാൻ പോകുന്നത്. നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ കരാള ഹസ്തങ്ങൾ, നീരാളി കൈകൾ പടർന്നു പിടിച്ച അറബ് ലോകത്തെയാണ് അവർ സൃഷ്ടിക്കാൻ പോയിരുന്നത്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നോർമലൈസേഷൻ കരാറുകൾ ഓരോ അറബ് രാഷ്ട്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തന്നെ ഇറാൻ അതിനെതിരെയുള്ള അസഹിഷ്ണുത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധത്തോടുകൂടെ നെതന്യാഹുവിന്റെ നോർമലൈസേഷൻ കരാർ അല്ലെങ്കിൽ ട്രംപിന്റെ നോർമലൈസേഷൻ കരാർ എന്ന് പറയുന്നത് ഇറാൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എന്നേക്കുമായി തൂത്തെറിയുന്ന ചരിത്രമാണ് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്രയേലിന്റെ പഴയ പ്രധാനമന്ത്രി ലാപിഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട യുദ്ധമാണ് എന്നാണ്. വസ്തുത ശരിയാണ്. അമേരിക്കയെ കുറിച്ച് പറയുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ സെനറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് താറാവിനെ പോലെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്. അതോടൊപ്പം ഇറാൻ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇറാൻ ലോകത്തെ വലിയൊരു പവറായി മാറിയിരിക്കുന്നു. ഇനി ഇറാൻ നിയന്ത്രിക്കുന്ന ഒരു ലോകവും കൂടെയാണ് വരാൻ പോകുന്നത്. ഇനി ഇറാന്റെ ലോകമാണ് എന്നുകൂടെ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ശക്തമായ തിരിച്ചടികൾ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയെയും ഇസ്രയേലിനെയും കീഴ്പ്പെടുത്തിയത് എന്നതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു തന്ത്രപരമായ നീക്കങ്ങളല്ല, സ്വന്തം രാഷ്ട്രം കെട്ടിപ്പടുത്ത അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രം വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയും ആയുധങ്ങളുമാണ് ഇറാൻ ഉപയോഗിച്ചത്. ലോകത്തെ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയാൽ ഇസ്രായേൽ അടക്കമുള്ള സകല രാഷ്ട്രങ്ങളും ലോകത്തിന് മുന്നിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രത്തിന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ ഇറാൻ ഇപ്പോൾ അവരുടെ വിജയക്കൊടി പാർപ്പിച്ചിരിക്കുന്നത് സ്വന്തം വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയും ആയുധവും ഉപയോഗിച്ചുകൊണ്ടാണ്. ഇറാനുള്ളിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് അതുപോലെ നെതന്യാഹു അവർക്കിപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി വരാൻ പോവുകയാണ്. അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെയുള്ള നീക്കമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതിൽ സംശയമില്ല. ഇസ്രയേലിലും തത്തുല്യമായ നീക്കങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതമായി ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല, അറബ് രാഷ്ട്രങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംരക്ഷണം കാത്തുനിന്ന അറബികൾക്ക് അമേരിക്കക്കോ ഇസ്രയേലിനോ ഇറാനിൽ നിന്നോ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇത് മേഖലയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് പറയാൻ പറ്റില്ല. അതേസമയത്ത് ഇറാന്റെ ധീരമായ ശക്തമായ വിജയത്തിലൂടെ മറ്റൊരു ഭാഗത്ത് വിജയം കൈവരിച്ചിരിക്കുന്നത് ചൈനയും റഷ്യയുമാണ്. കാരണം അമേരിക്കയുടെ സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇല്ലാതാവുക എന്നത് റഷ്യയുടെയും ചൈനയുടെയും അഭിലാഷമായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നത് വസ്തുതയാണ്. നമുക്കറിയാം, ഇപ്പോൾ പുനർനിർമ്മിക്കാൻ പെട്ടെന്ന് സാധിക്കാത്ത വിധം മിഡിൽ ഈസ്റ്റുള്ള അമേരിക്കയുടെ സർവ്വ സംവിധാനങ്ങളെയും ഇറാൻ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ചൈനക്കും റഷ്യക്കും മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ മിലിറ്ററി രംഗത്തുമെല്ലാം വലിയ രൂപത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് കടക്കാൻ റഷ്യക്കും ചൈനക്കും ഇതിലൂടെ സാധിക്കുമെന്നത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അമേരിക്കയുടെ ആയുധങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, അമേരിക്കക്ക് ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല എന്ന വസ്തുത അറബികൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷെ റഷ്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ ഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിൽ
അമേരിക്കയ്ക്ക് ഇനി ഉപരോധം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനോ കഴിയില്ല. ഇതുവരെ റഷ്യയുടെ ആയുധം വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് ഇനി അത്തരത്തിലുള്ള നീക്കം നടത്തുക എന്നത് പ്രതിസന്ധിയാണ്. മാത്രമല്ല അതോടൊപ്പം അമേരിക്ക നേരിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, ഇസ്രായേലിന് വേണ്ടി സ്വന്തം സഖ്യകക്ഷികളായിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഏത് സമയത്തും അമേരിക്ക നേരിടുന്ന യുദ്ധങ്ങളിലെല്ലാം അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഏതൊരു യുദ്ധത്തിലും കൂടെ പങ്കുചേർന്നിരുന്ന രാഷ്ട്രങ്ങളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ. എന്നാൽ ഇപ്പോൾ ഗതി മാറിയിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിലൂടെ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും അമേരിക്കയും രണ്ട് തട്ടിലേക്ക് മാറ്റി എന്നത് ഇറാന്റെ ഏറ്റവും വലിയ വിജയമാണ്. അമേരിക്കൻ കക്ഷികളിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സഖ്യത്തിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്താൻ ഇറാന് ഈ യുദ്ധത്തിലൂടെ സാധിച്ചു എന്നത് ലോകം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്.